ഭാരതം US വ്യാപാര ചർച്ചകൾ പുനരാരംഭിക്കാൻ തീരുമാനം. ഡിസംബർ 10 മുതൽ ഡൽഹിയിൽ വ്യാപാര ചർച്ചകൾ നടക്കുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. നിലവിൽ ഭാരത ഉൽപ്പന്നങ്ങൾക്ക് 50% വരെ ഉയർന്ന തീരുവയാണ് US ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, ഗുഡ് ഈവനിംഗ്. ഒരുപാട് പ്രതീക്ഷകളുള്ള ഒരു ചർച്ചയായിരിക്കുമോ ഇത്? ഈ ചർച്ച എപ്പോഴാകും? ആരൊക്കെ ആയിരിക്കും ഈ ചർച്ചയിൽ പങ്കെടുക്കുക? എന്തൊക്കെ വിഷയങ്ങളാകും ജിഷ്ണു ചർച്ചയാകുക? അശ്വതി, ഗുഡ് ഈവനിംഗ്. ഭാരതവും US-ഉം തമ്മിലുള്ള വ്യാപാര ബന്ധവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുനരാരംഭിക്കും എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത്. ഈ മാസം 10 മുതൽ ഡൽഹിയിൽ US-ന്റെ ഭാഗത്തുനിന്നും ഭാരതത്തിന്റെ ഭാഗത്തുനിന്നുള്ള പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുക്കും. നേരത്തെയും US-ന്റെ ഭാഗത്തുനിന്നുള്ള നെഗോസിയേറ്റർ ഭാരതത്തിലെത്തി ഈ വ്യാപാര മേഖലയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാക്കുന്നതിനും നിലവിലുള്ള പ്രതിസന്ധി മറികടക്കുന്നതിനുമുള്ള ചർച്ചകൾ നടന്നിരുന്നു. അതായത് ഏറ്റവും വലിയ പ്രതിസന്ധി എന്നുള്ളത് ഭാരതത്തിൽ നിന്നുള്ള കയറ്റുമതി, ഭാരതീയ ഉൽപ്പന്നങ്ങൾക്ക് നിലവിൽ US 50%-ലധികം തീരുവയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അധിക ചുങ്കം ഏർപ്പെടുത്തിയിട്ടുള്ളത് റഷ്യയുമായി നടത്തിയിട്ടുള്ള എണ്ണ വ്യാപാരത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ അത് ആ ഒരു നടപടിയുടെ പേരിൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ വ്യാപാരം പൂർണ്ണമായും നിർത്താൻ സാധിക്കില്ല എന്നും അമേരിക്ക അല്ലെങ്കിൽ മറ്റ് ലോകരാജ്യങ്ങളിലെ വിപണിയിലേക്ക് ഭാരതത്തിന്റെ ഉൽപ്പന്നങ്ങൾ എത്തിച്ചുകൊണ്ട് മൂല്യം കണ്ടെത്തുമെന്ന പ്രഖ്യാപനം ഭാരതം നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഏതൊരു രാഷ്ട്രവുമായി, അത് റഷ്യ ആണെങ്കിലും ഭാരതമാണെങ്കിലും ഏത് രാഷ്ട്രവുമായും ഭാരതത്തിന് ശത്രുതയില്ല എന്നും ചർച്ചകളിലൂടെ പരിഹരിക്കാൻ സാധിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിച്ച് മുൻപോട്ട് പോകും എന്നുള്ളതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഭാരതം US വ്യാപാര മേഖലയിലെ ചർച്ചകൾ പുനരാരംഭിക്കുന്നത്. അമേരിക്ക വ്യക്തമാക്കിയിട്ടുള്ളത് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇടപാട് പിൻവലിക്കുകയാണെങ്കിൽ നിലവിലെ 50% തീരുവ എന്നുള്ളത് 15-16%-ലേക്ക് കുറയും എന്നുള്ള പ്രഖ്യാപനം അമേരിക്ക നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അത് ഏകപക്ഷീയമായി അംഗീകരിക്കാൻ ഭാരതം ഒരിക്കലും തയ്യാറാകില്ല എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് ചർച്ചയിലൂടെ എന്ത് പരിഹാര മാർഗത്തിലേക്ക് എത്തും എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. ഒപ്പം അമേരിക്കയുമായുള്ള വ്യാപാര ബന്ധം ഭാരതം ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ റഷ്യ ഉൾപ്പെടെ ഏത് രാജ്യങ്ങളിൽ നിന്നും ഭാരതം ഇറക്കുമതിയും കയറ്റുമതിയും എവിടെയെല്ലാം ഭാരതത്തിൻ്റെ വിപണിയിൽ ലാഭകരമായി എവിടെ ഉൽപ്പന്നം ലഭിക്കുന്നു അവിടെ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങുമെന്ന പ്രഖ്യാപനവും നടത്തിയിട്ടുണ്ട്. എല്ലാ രാജ്യങ്ങളുമായി സൗഹാർദ്ദത്തിലൂടെ മുൻപോട്ട് പോകണം എന്ന നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഭാരതവുമായുള്ള വ്യാപാര ബന്ധത്തിൻ്റെ ചർച്ചകൾ പുനരാരംഭിക്കുന്നത്. അശ്വതി.